ട്രിപ്പ് പോകണമെന്നില്ലേ, അത് മറ്റേ ആദ്യം പ്ലാൻ ചെയ്ത ട്രിപ്പാണ്. പക്ഷെ വേഗം തന്നെ റീനു പറഞ്ഞു ഇവരെയും കൂടി കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോൾ അതിന്റെ എക്സ്പ്രഷൻ കണ്ടായിരുന്നോ? ഞാൻ ഓർക്കുന്നില്ല. നൈസായിരുന്നു. ആ ട്രിപ്പിലാണ് എല്ലാം. പിന്നെ ആദ്യമായിട്ട് കുറച്ചും കൂടെ റീനു വഴക്കെന്നല്ല, ഒരു അകന്നു പോയതും സച്ചിനായിട്ട് കുറച്ചും കൂടെ അടുക്കാനും കാരണം ആ ട്രിപ്പാണ്. ആ ട്രിപ്പിലെ പാട്ട് നല്ല രസമല്ലേ. പിന്നെ അമൽ ഡേവിസിന്റെ ഡാൻസും അവരൊക്കെ ഡാൻസും നല്ലതായിരുന്നു. പിന്നെ നല്ല കമ്പനി സാറാണ് കിട്ടിയത്, ഉറങ്ങാൻ സമ്മതിക്കാലും ട്രിപ്പ് പോകുന്നിടത്തും വലിയ സപ്പോർട്ടും. പിന്നെ സാറ് കാരണമാണ് ഇവരുടെ റിലേഷൻഷിപ്പ് കൂടാനും കാരണം. അത് കല്യാണത്തിന് പോയത് തന്നെ കാരണം. അത് കല്യാണത്തിന് പോയതുകൊണ്ടല്ല അവർ കണ്ടത്. കല്യാണം ആരുടെ ആയിരുന്നു? സാറിന്റെ ആയിരുന്നു. അതുകൊണ്ടാണ്. അതല്ല, ആ കല്യാണത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായ സീനാണ് മറ്റേ കാർ ഓടിച്ചത്, സ്റ്റാച്ചു വീഴുന്നതും ആദ്യം എൻ്റെ ഉള്ളിൽ പെട്ടു പോണത്. പക്ഷെ ആദ്യം കുറച്ച് ചൂടനാണ്, അതിന്റെ ഭാഗത്താണ് തെറ്റ് കൂടുതൽ അല്ലേ. സച്ചിൻ പാവ. പക്ഷെ ഇത്രയും ചെയ്യണ്ടായിരുന്നു. അതെ. പിന്നെ ട്രിപ്പ് പോകുന്നതും നല്ലൊരു ഇതായിരുന്നു, നല്ലൊരു കമ്പനി സീനായിരുന്നു അത്. പിന്നെ റീനും സച്ചിനും കൂടി വഴക്കാവൂല്ലേ ലാസ്റ്റ്? അത് ഭയങ്കര കുറച്ച് സങ്കടം ഉണ്ടായിരുന്ന ഒരു സീനായിരുന്നു അത്. അത് വേണ്ടായിരുന്നു. പക്ഷെ അതാണ് ബാക്കി ഇഷ്ടം. അതുകൊണ്ടാണല്ലോ അവൾക്ക് ഒരു എന്താ പറയാ, ഒരു സങ്കടം തോന്നാനും മനസ്തപിച്ചിട്ട് പിന്നെയും പോകുന്നത്. അപ്പോഴാണ് അവൾക്ക് സച്ചിൻ്റെ ട്രൂ ലവ് എന്തോന്ന് മനസ്സിലായത്. അതുകൊണ്ടാണ് ഒന്നും കൂടി റീനു വീണ്ടും അവനെ തപ്പിപ്പോയതും അവനെ കുറെ പ്രാവശ്യം വിളിച്ചതും. പിന്നെ റീനു ഫോണൊക്കെ കൊടുത്തല്ലോ, എന്നിട്ട് അവൻ ഫോൺ വേണ്ടാന്ന് പറഞ്ഞു പോയതും. അതെ. പിന്നെ എനിക്കിഷ്ടമുള്ള സീനാണ് മറ്റേ എയർപോർട്ടിൽ പോകുന്ന സീൻ. അത് ഭയങ്കര രസമുണ്ടായിരുന്നു. തോമസിന്റെ ഓട്ടവും ഭയങ്കര TOC ഫോർ മീ എന്നൊക്കെ പറഞ്ഞ ഡയലോഗും. പിന്നെ ആദ്യം തന്നെയാണ് ആദ്യക്കുള്ള കെണി ഒരുക്കി വെച്ചത്. ഓഫീസിൽ വെച്ച് പെപ്പർ സ്പ്രേ കൊടുത്തു. റീനു അത് അതേപോലെ അല്ല അതിലും പ്രയോഗിച്ചു. നല്ല രസമുണ്ടായിരുന്നു. സോ ഗൈസ്, വളരെ കാലമായിട്ട് ഈ കമ്പനിയിലെ ഗേൾസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നീ ഇവിടെ നിന്ന് പോയി തന്നാൽ മാത്രം മതി. സോ പെപ്പർ സ്പ്രേ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെൽഫ് ഡിഫൻസ് മെറ്റീരിയൽ ആണ്. എതിരാളിയുടെ കണ്ണിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്താൽ മതി, അവൻ നിലം പരിസരം. വിഘ്നേഷ് ഡിസ്ട്രിബ്യൂട്ട് ഇറ്റ്. റീനു ക്യാച്ച്, എൻജോയ്. നമുക്കൊന്നും ഇല്ലേടെ പെപ്പർ സ്പ്രേ. തനിക്കെന്തിനാണോ പെപ്പർ സ്പ്രേ? ഓംലെറ്റിൽ അടിച്ച് ചുരുട്ടി തിന്നെ. എന്തൊക്കെ ചോദ്യങ്ങളാണ്. കീർത്തി അങ്ങനെ പാർട്ടിക്ക് സച്ചിനെ വിളിക്കുന്നു. ആ സീനും അടിപൊളിയായിരുന്നു. മീനാക്ഷി അവളുടെ പാട്ടും കറക്റ്റ്. അതെ, വാട്ട്സ് എ പ്രോബ്ലം മാൻ. ആ ഒരു സീനും അപ്പോഴാണ് നസ്രിന് കുറച്ചും കൂടെ ധൈര്യം വന്ന് തുടങ്ങിയത് എന്ന് തോന്നി റീനുവിനോട്. റീനുവിന് അത്ര മൈൻഡൊന്നും ചെയ്യുന്നില്ല. അപ്പോഴാണ് റീനുവിന് കുറച്ചും കൂടെ സങ്കടമായതും അവൻ്റെ ഒരു മിസ്സിങ്, ഒരു പ്രസൻസ് ഇല്ലായ്മ അവൾക്കൊരു മനസ്സിലാക്കിയതും ആ ഒരു സിറ്റുവേഷനിലായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് ആ സീനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതേതാണ്? ആ സീന് നല്ല രസമാണ്, ഭയങ്കര കോമഡി. ആ സീൻ ഫുൾ ഇഷ്ടമായി. പിന്നെ നിനക്ക് എന്താ വാട്ട്സ് യു പ്രോബ്ലം പ്രേമെന്നൊക്കെ പറയില്ല, അത് നല്ലായിരുന്നു. പിന്നെ ഓള് പാട്ട് പാടുന്നില്ലേ, മീനാക്ഷി പാട്ട് പാടുന്നില്ലേ ഗിറ്റാർ വെച്ചിട്ട്, എന്നിട്ട് ഇറങ്ങിപ്പോടി ഇതൊക്കെ പറയില്ലേ, ആ സീനും. അവന് മറ്റേ റീനു ലവിന്റെ ഇത് കൊടുക്കുന്നത്, ഹാർട്ട് കൊടുക്കുന്നതും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. ആ സീന് നല്ലതായിരുന്നു. ഞാൻ നിങ്ങളെ കുറെ വിഷമിപ്പിച്ചിട്ടുണ്ട്, അതിൽ കൂടുതൽ നിങ്ങൾ എന്നെയും. സച്ചിൻ, വാട്ട്സ് യുവർ പ്രോബ്ലം? റീനു ആകെ വിഷമത്തിലാണ്. എന്തിന്? ആരെങ്കിലും ചത്ത? ബിക്കോസ് ഓഫ് യു. എനിക്ക് വ്യക്തമായില്ല. വ്യക്തമാക്കി തരാം. ഞങ്ങളുടെ നെറ്റ് ബാങ്ക് ടീം ഒരു ഫാമിലി പോലെയായിരുന്നു. നൗ ഇറ്റ്സ് ലൈക്ക് എ ഡിസ്ഫങ്ഷണൽ ഫാമിലി. എല്ലാം വളരെ ശാന്തമായിരുന്നു, ശ്രാവണിയുടെ വെഡിങ് വരെ. Then you two came. അന്ന് തുടങ്ങി ഇന്ന് ഈ ഫംഗ്ഷൻ വരെ നിങ്ങൾ ഞങ്ങളുടെ ഫാമിലിയിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് പരാതി ജീവികളെ പോലെ. എന്തൊക്കെയാ പറഞ്ഞവരെ ചാക്കിലാക്കി കാറിക്കേറ്റി കൊണ്ടുപോവുക, സെന്റി അടിച്ച് അവളുടെ കൂടെ ട്രെയിനിൽ നാട് വരെ കൂട്ടുപോവുക, അവളുടെ ബർത്ത്ഡേ പാർട്ടിക്ക് വരിക, ഞങ്ങളുടെ ട്രിപ്പിൽ വരിക, എന്തോ പച്ചമരുന്ന് കലക്കി കൊടുത്ത് അവളെ വശീകരിക്കാൻ നോക്കുക. നീ എന്താടാ ഒക്കെ കുറുക്കി കൊടുത്തേ? കൈവിഷാണോ? ഹാൻഡ് പോയ്സൺ?
സച്ചിൻ ഇനിയെങ്കിലും പറ, വാട്ട്സ് യുവർ പ്രോബ്ലം മാൻ? പ്രേമം. വാട്ട്? കേട്ടിട്ടില്ലേ? എനിക്ക് അവളോട് ഭയങ്കര പ്രേമമാണ്. ഞാനത് അവളോട് പറഞ്ഞു, അവള് പറ്റൂലെന്നും പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ ഞാൻ സ്ഥലം വിട്ടു. ഇപ്പൊ നാളെ ദയൂക്ക്. അല്ല സാറ് ഇതൊന്നും അറിഞ്ഞില്ല ഇപ്പോ. അതിനിടയ്ക്ക് നീ അവളെ പ്രപ്പോസും ചെയ്തോ? പിന്നല്ലാണ്ട് നിന്റെ പോലെ ബെസ്റ്റ് കളിച്ച് പുറകെ നടക്കണോ? എനിക്ക് കിട്ടിയില്ല, നിനക്കും കിട്ടൂല. അവസാനം നീ കരയും മോനെ. അനുഭവം കൊണ്ട് പറയുന്നതാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അവളോട് പോയി പറഞ്ഞു. വാട്ട്? ആ, റീനു വന്നല്ലോ, നമുക്ക് നേരിട്ട് ചോദിക്കാം. എത്തിയ റീനു, തന്റെ മനസ്സിലുള്ള തുറന്നു പറയാൻ സമയമായിരിക്കുന്നു. Now tell me, do you love me? നോ. സച്ചിനെ മതി നിർത്ത്. റീനുവിന് ക്വസ്റ്റ്യൻസ് എനിക്ക് മനസ്സിലായാലെന്ന് തോന്നുന്നു. മനസ്സിലായി, എനിക്ക് തന്നെ ഇഷ്ടമല്ല. പിന്നെ ഈ സീനുള്ളത് ഭയങ്കര ഫണ്ണിയായിരുന്നു സിനിമ ഫുൾ. പക്ഷെ അതുകൊണ്ട് എല്ലാം ഓർക്കാൻ പറ്റുന്നില്ല. പിന്നെ നസ്ലിന്റെ ഡ്രൈവിംഗ് സ്കിൽസിനെ പറ്റി എന്താണ് പറയാനുള്ളത്? കാരണം അന്ന് കല്യാണത്തിന് വന്നപ്പോൾ തന്നെ നൈസായിട്ടായിരുന്നു. എന്നാലും പക്ഷെ അത് കഴിഞ്ഞിട്ട് റീനുവിൻ്റെ ഒപ്പം പോകണുണ്ടല്ലോ ഹൈദരാബാദിലോട്ട് പോകുന്നത്. അത് നന്നായിട്ട് പഠിച്ചു. റീനുവിന്റെ ഡ്രൈവിംഗ് ആണോ നല്ലത്, അല്ലെങ്കിൽ സച്ചിന്റെ ഡ്രൈവിംഗ് സ്കിലാണോ നല്ലത്? രണ്ടും കൊള്ളാം. ഏത് കുറച്ചും കൂടി ഇഷ്ടമായത്? കുറച്ചും കൂടി റീനു റീനു പറപ്പിച്ചു അത് തുറന്നപ്പോൾ തന്നെ പറപ്പിച്ച്. നമ്മൾ ഡീവിസിന്റെ ഒക്കെ റിയാക്ഷൻ അപ്പോഴേക്കും അത് കീർത്തിന്റെ ഒക്കെ ഷോള് പറന്നു പോയില്ലേ? Okay, come on. പയ്യടെ കേട്ടാ ഇവനാള് ശരിയല്ലട്ടാ. നമ്മളാരും ശരിയല്ല. കാർത്തിക, send your live locations. I'll be tracking you. ഓക്കെ. പിന്നെ ഓരോ 1 hourലും ടെക്സ്റ്റ് മെസ്സേജ് അയച്ച സ്റ്റേറ്റസ് അപ്ഡേറ്റ് ചെയ്യണം. ആ ശരി. Good? Okay? ഒരു ട്രിപ്പിന്റെ ലീഡർ ആയാലുള്ള ഉത്തരവാദിത്തങ്ങളെ. അത് ഈ ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് നിങ്ങൾ പൊക്കോട്ടെ. Hey, move. ആദി ബൈ ബൈ ബൈ. Bye girls. കുറച്ചേരം കൂടി നിന്ന് നിർത്തി അവനും കയറിയിരുന്നേനെ. മണ്ണഞ്ചാരി നിന്ന പെണ്ണും കൊണ്ടുപോയല്ലേ? What? അല്ല, വണ്ടി മണ്ണും പൊടിയൊക്കെ പറത്തിയാണ് പോണേന്ന് പറഞ്ഞത്. അമൽ ഡേവിസേ, എടാ ഈ റൂഫ് ഒന്ന് ഇടുവോ? അങ്ങനെ വെയിലുള്ളതാ പോവായിരുന്നു. അയ്യോ, അത് പറയാൻ വിട്ടുപോയി. ഇതിന്റെ റൂഫ് ജാമാ, വെയിലുള്ള ആ ഡേയില്ലത്. ഹൈദരാബാദ് എത്ര വരെ ഇങ്ങനെ